ജീവിതത്തിൽ ഇടക്കിടക്ക് ഈ 11-ലൂടെയും ലഗ്നത്തിലൂടെയും 7-ലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കല്യാണം ആലോചിക്കുന്നവരാണെങ്കിൽ ഒരു കല്യാണം നടക്കാനുള്ള സാധ്യതകൾ വരുന്നു. ഒരുപാട് കല്യാണക്കാർ വന്നു, ഒന്നും നടക്കാതിരിക്കുന്നവർക്ക് 7-ലൂടെ ശുക്രനാണ് കടന്നു പോകുമ്പോൾ, ഇപ്പം മേടൻ രാശിയിൽ 7 വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചിങ്ങൻ രാശിക്കാരെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ അതുപോലെ പ്രണയിക്കുന്നവരാണെങ്കിൽ ശുദ്ധ പ്രണയത്തിലേക്ക് പോകാൻ, പ്രണയം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു പ്രണയം കിട്ടുക, ഒരു പ്രണയിനിയെ കിട്ടുക, അല്ലെങ്കിൽ ഒരു പ്രണയിക്കാൻ ഒരാളെ കിട്ടുക, അത് ചിലപ്പോൾ വിവാഹത്തിലേക്ക് വരിക. അതൊക്കെ ഈ ചിലപ്പോൾ ഇങ്ങനെ പ്രണയിക്കണോ വേണ്ടേ, വിവാഹം വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ പൂവണിയാനുള്ള ഒരു സമയം. പിന്നെ ഭാഗ്യം 9-ലാണെങ്കിൽ ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നു. ഇതൊക്കെ ശുക്രൻ തരുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികതയാണ്. പിന്നെ എല്ലാം ഒരു മായികമായിട്ടൊരു സന്തോഷത്തിൻ്റെയും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷമാണ്. നമ്മളിൽ ഒരു ഉണർവും സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഈ ശനിയുടെയും മറ്റു വ്യാഴത്തിൻ്റെയും പോലെ 1 വർഷമൊക്കെ ഉണ്ടായാൽ നല്ലതായിരുന്നു. അതെ, ഒരു രാശിയില് അതില്ല. നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ 1 വർഷം 1.5 വർഷം കുഴപ്പമില്ല. അതെ, ഇപ്പൊ രാഹു 1.5 വർഷം നീക്കും, ശനി 2.5 വർഷം നീക്കും. അപ്പൊ അതേപോലെ ഈ ശുക്രന് 11-ലോ 1-ലൊക്കെ കയറി നിന്നിട്ട് ഒരു 2.5 വർഷമൊക്കെ അങ്ങോട്ട് നിന്നോട്ടെ എന്ന് നമ്മൾ ആശിച്ചു പോകും. പക്ഷെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് ജന്മം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സന്തോഷം ഇപ്പോഴും നമ്മുടെ അതിഥികളാണ്. അതെ, ഗസ്റ്റാണ്. നമുക്ക് സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഹാർഷിപ്പ് തന്നെയാണ്. അതാണ് ശനിയൊക്കെ 2.5 വർഷം ഇങ്ങനെ നമ്മളെ ഒരച്ച് നമ്മളിലെ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യിപ്പിച്ച് നമ്മൾ ആരാണ്, ഈ ജീവിതത്തിൽ നമ്മുടെ അർത്ഥം എന്താണ്, ഞാൻ ആരാണെന്നൊക്കെ തെളിയിക്കാനായിട്ടാണ് അവരൊക്കെ വന്നിരുന്നത്. പക്ഷെ എന്നാലും ഒരു മേമ്പടിയായിട്ട് നമുക്ക് ചില സന്ദർഭങ്ങൾ കുറച്ചൊക്കെ വേണ്ടേ, അല്ലേ? പിന്നെ എല്ലാവരും ഡിപ്രഷൻ അടിച്ചു പോകില്ലേ? അതിനാണ് ഈ ശുക്രന്റെ മാറ്റങ്ങൾ നമ്മളിൽ കുറച്ച് സന്തോഷങ്ങളും കുറച്ചൊരു ആദ്യമൊക്കെ മാറി റിലാക്സ് ആയിട്ടാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.